ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ തകർത്ത് വസതിക്കുള്ളിലേക്ക് കയറി അവർ പ്രധാന വാതിലിന് മുന്നിൽ റീത്ത് വയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി ചേർന്നു. ദിലീപ്, ഓർക്കാപ്പുറത്തുള്ള ഒരു പ്രതിഷേധമാണ്, ശരിക്കും സുരക്ഷാ പിഴവ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ വിവരങ്ങൾ. വലിയ സുരക്ഷാ വീഴ്ചയാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായി തൈക്കാട് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറിയിരിക്കുകയാണ്. ഇത് മുൻകൂട്ടി അറിയുന്നതിന് സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവിടെ ആകെ ഉണ്ടായിരുന്നത് 2 പോലീസുകാരാണ്. അതിലൊരു പോലീസുകാരനാണ് ഈ ഗേറ്റ് തുറക്കാതെ അവിടെ പ്രവർത്തകർക്ക് ഈ ഗേറ്റിൽ വളരെ ബലം പ്രയോഗിച്ച് അവരുടെ ഈ പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം നടത്തിയിരുന്നത്. പക്ഷേ ആ ഒരു പോലീസുകാരന് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടർന്ന് ആ വീട്ടുവളപ്പിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അതിനുശേഷമാണ് വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ അവിടെ റീത്ത് സമർപ്പിച്ചത്. ആരോഗ്യവകുപ്പ് എന്ന് എഴുതിയ റീത്ത് യൂത്ത് കോൺഗ്രസ്. ഒരു നിമിഷം, നമ്മുടെ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? എന്താണ് ഈ പ്രതിഷേധത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അല്ല, ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഒരു മിനിസ്റ്റർക്ക് എത്രമാത്രമാണ് ഈ കാര്യങ്ങളിൽ നേരിട്ട് പങ്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏത് സംഘടനയ്ക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാം. പക്ഷെ ഇതൊരു അതിര് കടന്ന പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. വളരെ മോശപ്പെട്ട ഒരു രീതിയാണ്. സ്വാഭാവികമായിട്ട് മന്ത്രിമന്ദിരങ്ങളിൽ സുരക്ഷ ഉണ്ടാവും. പക്ഷെ ആ സുരക്ഷയ്ക്ക് ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സമരമല്ലല്ലോ. ഇത്തരം ചില സമര ആഭാസങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോ അവരുടെ ജാഥയെല്ലാം വരികയാണ്. ഇവിടെ മറ്റ് സംഘടനകളും തീരുമാനിക്കുകയാണ് എവിടെയെങ്കിലും വെച്ച് തടയാമെന്ന് വിചാരിച്ചാലോ എന്ത് സംഘർഷത്തിലേക്ക് പോകും കാര്യങ്ങൾ. ഒരു വനിത എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെയാണല്ലോ യൂത്ത് കോൺഗ്രസ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഇത്തരം സമരാഭാസങ്ങൾ, ഒരു ആള് താമസിക്കുന്ന സ്വകാര്യത നിറഞ്ഞ വീടിനകത്തേക്ക് കയറുക, അവിടെ റീത്ത് വയ്ക്കുക, ഇത്തരം സമര പരിപാടികൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ തക്കതായ നിലയിൽ ഈ കാര്യങ്ങളിൽ തിരിച്ചടി ഉണ്ടാവും. ശ്രീ വി ജോയ്, യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഉണ്ടായ ചില കാര്യങ്ങൾ, ചില വാർത്തകളൊക്കെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? കാരണം തൊട്ടടുത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസുണ്ട്. അപ്പം ഏറ്റവും നഗരത്തിൻ്റെ നടുവിലാണ് ഈ തൈക്കാട് ഹൗസ്. അപ്പോൾ ഒരു പ്രതിഷേധം പ്രതീക്ഷിക്കുകയും കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ അവിടെ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ വീട്ടിനകത്തേക്ക് അല്ലെ തള്ളിക്കയറുക, അല്ല അത്തരം സാധാരണ നിലയിൽ ചെയ്യാറില്ല. സ്വാഭാവികമായിട്ട് വീടിന്റെ മുമ്പിലോ പിന്നെ റോഡിലോ മറ്റോ ഒക്കെ ഒരു പ്രതിഷേധം ഉണ്ടാവുക. ഇത്രയും വലിയ നിലയിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരുപക്ഷെ പോലീസ് മനസ്സിലാക്കി കാണത്തില്ല. അപ്പൊ അത് ഒരു വീഴ്ചയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പെട്ടെന്നുള്ളതായിട്ടുള്ള ഒരു കാര്യമാണിത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലായിട്ട് താങ്കൾ കാണുന്നുണ്ടോ, അതോ ഒരു സ്വാഭാവിക പ്രതിഷേധമായിട്ടാണോ മനസ്സിലാക്കുന്നത്? അല്ല, ഇത് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് വന്ന കാലം മുതൽ അവരോട് എടുക്കുന്ന ഒരു സമീപനം അതാണ്. ഇപ്പൊ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് ഏറ്റവും കൂടുതൽ കോൺട്ര ചെയ്തിട്ടുള്ളത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. എന്തിനാണ് ഒരു വനിതയെ ഇത്രയും അധികം പിന്നെ ആക്ഷേപിക്കാനും അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനുമായിട്ടൊക്കെ പോകേണ്ടതുള്ള കാര്യം എന്താണ്? ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പൊ ഒരു ഡോക്ടർ എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും ചെയ്തോ? ഇതെല്ലാം നേരിട്ട് നോക്കാൻ ഒരു മന്ത്രിക്ക് സാധിക്കുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച് രോഗിയോടൊപ്പം ആളിനെ കിടത്തിയ ചരിത്രമില്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ? അപ്പൊ അതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് ചില സന്ദർഭങ്ങളിൽ പിന്നെ വന്നു പോകും. അതിനെല്ലാം ഉത്തരവാദി മന്ത്രിയാണ്, അതുകൊണ്ട് ഞങ്ങൾ റീത്ത് വയ്ക്കുന്നു എന്നെല്ലാം പറയുന്നത് ഒരു സമരാഭാസമാണ്. അത് ഒരു കൈമുടുക്ക് കാണിച്ചതാണ്. അത് തുടരുകയാണെങ്കിൽ വലിയ ശക്തമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു ശ്രീ വി ജോയ്. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ ജോയ് സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.